കഴിഞ്ഞ 11 മാസങ്ങൾക്കുള്ളിൽ ചരിഞ്ഞത് 22 നാട്ടാനകൾ. മഴയത്തും വെയിലത്തും ആനകളെ ചെളിയിൽ കെട്ടി നിർത്തിയുണ്ടാകുന്ന പാദരോഗവും പാപ്പാന്മാരുടെ മർദ്ദനവും പരീക്ഷണ ചികിത്സയുമൊക്കെ ആനകളുടെ മരണത്തിന് ആക്കം കൂട്ടുന്നുവെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു. 24 ബിഗ് ബ്രേക്കിംഗ്. 2018 നവംബർ 30 സെൻസസ് പ്രകാരം കേരളത്തിൽ 521 നാട്ടാനകളാണ് ഉണ്ടായിരുന്നത്. 2018 3 ആനകളും 2019 29 എണ്ണവും 2020-2021 കാലഘട്ടങ്ങളിൽ 20 വീതം ആനകളും ചെരിഞ്ഞു. ഇതോടെ നിലവിൽ നാട്ടാനകളുടെ എണ്ണം 346 2024 ജനുവരി മുതൽ നവംബർ 9 വരെ 22 നാട്ടാനകൾ ചെരിഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാദരോഗവും ഹൃദയാഘാതവും പാപ്പാന്മാരുടെ മർദ്ദനവും പരീക്ഷണ ചികിത്സയും ആനകളുടെ മരണത്തിന് കാരണമാക്കുന്നുവെന്നാണ് പഠനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. ഇതേ തുടർന്ന് 2021 മാർച്ചിൽ 15 ദിവസത്തിൽ കൂടുതൽ ഒരാനയെ മറ്റു സ്ഥലത്തേക്ക് മാറ്റാൻ പാടില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. പക്ഷേ ഉത്തരവ് ഇതുവരെ നടപ്പായിട്ടില്ല. 2015 ഓഗസ്റ്റ് 18 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം എല്ലാ ആനകളെയും ബിൽഡിംഗ് ലൈസൻസോടുകൂടിയ ഷെഡിൽ പാർപ്പിക്കണമെന്നുണ്ട്. എന്നാൽ പല ആനകളെയും പറമ്പിൽ തളയ്ക്കുകയാണ് പതിവ്. ഇവയുടെ കാലുകളിൽ തണുപ്പടിച്ച് അത് തലച്ചോറിനെ ബാധിക്കും. ഇത് വാതരോഗമായി മാറി ആന ചെരിയും. വാദം വന്നാൽ ആന ഭക്ഷണമെടുക്കാൻ കൂട്ടാക്കില്ല. ഇങ്ങനെ ആന ചെരിഞ്ഞാലും ഹൃദയാഘാതമെന്നാണ് ഡോക്ടർമാർ പരിശോധനാ റിപ്പോർട്ട് നൽകുന്നതെന്നും ആക്ഷേപമുണ്ട്. ആന ചെരിഞ്ഞാൽ കൊമ്പ് വനംവകുപ്പ് അധികൃതർ കൊണ്ടുപോകും. എന്ത് കാരണത്താൽ ആന ചെരിഞ്ഞുവെന്നറിയാനുള്ള ആന്തരിക സ്രവങ്ങളുടെ പരിശോധന നടത്താനുള്ള ലാബ് കേരളത്തിലില്ല. ഹൈദരാബാദിലെ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി ലാബിലാണ് ഇതിനുള്ള സൗകര്യമുള്ളത്. അതിനാൽ തന്നെ ആന ചെരിഞ്ഞാൽ ശാസ്ത്രീയ രേഖകൾ ഇല്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അരുൺരാജ്, 24, കൊല്ലം. എന്തായാലും ഈ നാട്ടാനകൾ ഇല്ലാതാകുന്നത് വലിയൊരു സംഭവം തന്നെയാണ്.